ഇടതുപക്ഷം അത് പൂഴ്ത്തി വെച്ച് കൊണ്ട് നടക്കുന്നതിൻ്റെ പുറകിൽ വിവിധ കാരണങ്ങളുണ്ട് എന്ന് സാമാന്യനെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കേസെടുത്താൽ അതിന് LDF എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 2 MLA-മാരെ നഷ്ടപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ട അവസ്ഥയിലേക്ക് വരും. ഇത് രണ്ടും വിശിഷ്യ കൊല്ലം ജില്ലയിൽ തന്നെയാണ് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. 2 MLA-മാരെ നഷ്ടപ്പെടും എന്നതിനോടൊപ്പം അതിലൊരാൾ ഘടകകക്ഷി മന്ത്രി കൂടിയായിരിക്കും എന്നുള്ളതും ജനങ്ങളിടയിൽ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. വളരെ മുമ്പ് തന്നെ വിവിധ വിഷയങ്ങളിൽ വിരുദ്ധന്മാരായി മീറ്റു വിവാദത്തിലുമൊക്കെ പെട്ടിട്ടുള്ളവരും അതുപോലെയുള്ള വിവാദങ്ങളിലൂടെ കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളവരുമാണ് ഈ 2 മാന്യ വ്യക്തികളെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. അതിലൊരു മഹാൻ ഈ അടുത്ത സമയത്ത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന അവധൂത ആശ്രമത്തിലെത്തി അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രത്തെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥമറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യത്തോടുകൂടി ഹിന്ദു സമൂഹത്തിലെ ആശ്രമാന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ആ മഹാനോട് ഇപ്പോൾ പറയാനുള്ളത്, സാധിക്കുമെങ്കിൽ അർത്ഥമറിയില്ലെങ്കിൽ പോലും ഗായത്രി ഒന്ന് ചൊല്ലിക്കൊണ്ട് നടന്നാൽ ചിലപ്പോൾ വന്നു ചേരുന്ന പേരുദോഷത്തിൻ്റെ അല്പമെങ്കിലും അതുകൊണ്ട് ഒന്ന് കുറഞ്ഞു കിട്ടുമോ, അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന വേദനകളെ ഒന്ന് അതിജീവിക്കാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. തൻ്റെ കൂടെയുള്ള രാഷ്ട്രീയക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയുമൊക്കെ കൂടെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് തെറ്റുണ്ടെങ്കിൽ അത് ആശ്രമമായിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, പള്ളിയായിക്കോട്ടെ, മസ്ജിദ് ആയിക്കോട്ടെ, ഏത് സ്ഥലത്താണെങ്കിലും തെറ്റായ നടപടിയുണ്ടെങ്കിൽ അതിന് നിയമപരമായി കാര്യങ്ങൾ നീക്കാം. പക്ഷേ പത്രമാധ്യമങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് ഒരു ആശ്രമാന്തരീക്ഷത്തിൽ കടന്നു കയറി അവിടെ ഗായത്രിയുടെ അർത്ഥമറിയാമോ എന്ന് പരിഹസിച്ച ആ മന്ത്രിയോട് പറയുവാനുള്ളത്, ഗായത്രി മന്ത്രം രചിച്ച വിശ്വാമിത്രനാണ്. ആ വിശ്വാമിത്ര മഹർഷിക്കൊരു അനുഭവമുണ്ട്. വശിഷ്ഠൻ്റെ യാഗാരൂഢമായ യാഗശാലയിൽ രാജാവായിരുന്ന വേളയിൽ, ഭരണാധികാരിയായിരുന്ന വേളയിൽ വിശ്വാമിത്രൻ ചെല്ലുകയും അവിടെ നിന്നുകൊണ്ട് ആശ്രമ പശുവിനെ അപഹരിക്കാൻ ശ്രമിക്കുകയും തടസ്സം നിന്ന വശിഷ്ഠനെതിരെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായി. ഒടുവിൽ വശിഷ്ഠൻ്റെ തപാശക്തിക്ക് മുന്നിൽ, ആത്മീയ ശക്തിക്ക് മുന്നിൽ അവിടെ വിശ്വാമിത്ര രാജാവിന് ബോധ്യപ്പെട്ടു തൻ്റെ അധികാരം ഒക്കെ തന്നെ കേവലം ക്ഷണികമാണ്, ദുർബലമാണെന്ന് ബോധ്യപ്പെട്ടു. ആ ദുർബലമായ കേവലം ക്ഷണികമായ അധികാരം കൊണ്ടാണല്ലോ താൻ ഇതുവരെ അഹങ്കരിച്ചതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ അഹങ്കാരത്തിൽ നിന്ന് മുക്തനായി അദ്ദേഹം സന്യാസം സ്വീകരിച്ച് തപം ചെയ്ത് ഋഷിയായി വിശ്വത്തിന് മുഴുവൻ മിത്രമരുളുന്നവനായി കൗശികൻ വിശ്വാമിത്രനായി മാറുകയും അദ്ദേഹമാണ് ഗായത്രിയെ രചിച്ച് ശ്രേഷ്ഠമാക്കിയത്. അതുകൊണ്ട് ആ ഒരു അനുഭവം കൂടിയാണ് ഇവിടെ പുനരാവർത്തിക്കപ്പെടുന്നത്. പക്ഷേ വിശ്വാമിത്രന് സ്വയം പശ്ചാത്തപിച്ചു മാറുവാനുള്ള അവസരമുണ്ടെങ്കിൽ താങ്കൾക്ക് അതിനുള്ള അർഹത പോലും ഇല്ലാത്തതുകൊണ്ട് താങ്കളിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇവിടെ അധികാരത്തിൻ്റെ അപജയം അത്